വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വഴികളിൽ അവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്ന് എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം കൂടുതൽ ശക്തി ആർജിച്ചു വരികയാണ്. പാകിസ്ഥാൻ ദുർബലമാണെന്നും അവർ കരഞ്ഞു കാലം പിടിക്കും എന്നൊക്കെ കരുതിയ നമ്മൾക്ക് തെറ്റി എന്നാണ് തോന്നുന്നത്. നമ്മളിങ്ങനെ നീതിയുടെ തുലാസിൽ നോക്കി മിലിറ്ററിയെ ആക്രമിക്കില്ല, എയർ സ്പേസുകൾ ആക്രമിക്കില്ല, സാധാരണ സിവിലിയന്മാരെ ആക്രമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് നീതികേടിന്റെ മറുവശത്ത് നിൽക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങൾക്ക് വാർത്ത നൽകുന്നത് ഞങ്ങൾ ഇന്ത്യയെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന രീതിയിലാണ്. അതേസമയം പാകിസ്ഥാന്റെ എയർബേസുകൾ ആക്രമിച്ചതായി പാകിസ്ഥാൻ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലും പെഷവാറിലും ശക്തമായ സ്ഫോടനങ്ങൾ നടന്നതായി വീഡിയോകൾ പുറത്തുവരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അതിരുകൾ ഭേദിക്കുകയാണെന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ ഇന്ത്യക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണെന്ന്. പാകിസ്ഥാൻ മിലിറ്ററിയുടെ അവകാശവാദം അവർ ഇന്ത്യയുടെ ഒരു മിസൈൽ സംഭരണി അല്ലെങ്കിൽ മിസൈൽ സൂക്ഷിപ്പ് കേന്ദ്രം അഥവാ ആയുധപുര തകർത്തെന്നും രാജ്യത്തിന്റെ വടക്കു ഭാഗത്തുള്ള നിരവധി എയർബേസുകൾ തകർത്തെന്നുമാണ്. അതിന് ഇന്ത്യ നൽകിയ മറുപടി പാകിസ്ഥാനെ തങ്ങളുടെ ചില എയർബേസുകൾക്കും ചില യുദ്ധോപകരണങ്ങൾക്കും ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്താനായിട്ടുണ്ട് എന്നാണ്. ഇന്ത്യ പാകിസ്ഥാന്റെ അവകാശവാദത്തെ ചെറിയ തോതിലെങ്കിലും അംഗീകരിക്കുന്നുണ്ട് എന്ന് സാരം. എന്നാൽ ഒന്നും തന്നെ പരിഹരിക്കാനാവാത്ത കേടുകളല്ല എന്ന് ഇന്ത്യ പറയും. അതേസമയം പാകിസ്ഥാൻ ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാന്റെ മൂന്ന് എയർബേസുകളിലേക്കായി നിരവധി മിസൈലുകൾ അയച്ച് ആക്രമണം നടത്തിയെന്നാണ്. ആ മിസൈലുകളിൽ നല്ലൊരു ഭാഗവും പാകിസ്ഥാന്റെ അലർട്ട് എയർ ഡിഫൻസ് സിസ്റ്റം ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കിയെന്നും ചിലത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നുമാണ്. എന്നാൽ പാകിസ്ഥാന്റെ എയർ അസറ്റുകൾക്കോ എയർഫോഴ്സിനോ ആ മിസൈൽ ആക്രമണം കൊണ്ട് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. എന്നാൽ പാകിസ്ഥാൻ സുരക്ഷാ വിഭാഗം പറയുന്നത് ശനിയാഴ്ച പുലർച്ചെ റാവൽപിണ്ടിയിൽ 2 ശക്തമായ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ്. അത് ഇന്ത്യയുടെ മിസൈൽ പതിച്ചാവാനാണ് സാധ്യത കൂടുതലും. നാശനഷ്ടങ്ങളുടെ പ്രാരംഭ വിലയിരുത്തലിൽ ഇത്രമാത്രമാണ് പാകിസ്ഥാന് പറയാനുള്ളത്. അതിനിടെ ഇന്ത്യൻ ആർമി പാകിസ്ഥാൻ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് പാകിസ്ഥാൻ പ്രശ്നങ്ങൾ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്, പാകിസ്ഥാൻ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയും ഇന്ത്യൻ ജനതയെ വേട്ടയാടുകയുമാണ് ചെയ്യുന്നത് എന്നാണ്. ഏപ്രിൽ 22 ഭീകര ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ ആക്രമണം വെറും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കും നേരെ മാത്രമായി. എന്നിട്ടും പാകിസ്ഥാൻ ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യയെ വലിച്ചിഴക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാൻ പഞ്ചാബിലെ അമൃത്സറിലേക്ക് ഡ്രോണുകൾ അയച്ചതും ബോർഡറിൽ വെച്ച് തന്നെ അവ തകർത്ത് കളഞ്ഞതും ഇന്ത്യൻ ആർമി എക്സിൽ ചിത്രങ്ങളായും വീഡിയോകളായും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ ശ്രീനഗർ മുതൽ നളിയ വരെ 26 സ്ഥലങ്ങളിൽ വെടിയുർത്തതും ആർട്ടിലറി ഷെല്ലിംഗ് നടത്തിയതും ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യൻ മിലിറ്ററി എല്ലാ ആക്രമണത്തെയും ശക്തമായി പ്രതിരോധിക്കുകയും പ്രത്യാക്രമണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ പരിപൂർണമായും ഈ സംഘർഷങ്ങളുടെ ഉത്തരവാദിത്തം ഇന്ത്യക്കാണെന്ന നിലയിലാണ് പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ 22 ഇന്ത്യയിലെ കാശ്മീരിൽ ഏതാനും ആയുധധാരികൾ നടത്തിയ കൂട്ടക്കൊലയിൽ മുൻപിൻ ചിന്തിക്കാതെ ഇന്ത്യ പാകിസ്ഥാന്റെ 9 സ്ഥലങ്ങളിൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. അതും പാകധിനിവശ കാശ്മീരിൽ മാത്രമല്ല, പാകിസ്ഥാൻ ഉടനീളം ഇന്ത്യ ആക്രമണം നടത്തി എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. കൂടാതെ തുടർന്നുള്ള 2 ദിവസങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാന്റെ ഒട്ടുമിക്ക മേഖലയിലും സൂയിസൈഡ് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. കറാച്ചി തുറമുഖ നഗരത്തിൽ വരെ ഈ ആക്രമണം എത്തി. അതേ തുടർന്നാണ് പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് ലോകത്തോട് പറഞ്ഞതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്തുന്നതിന് കാരണമായി. ഇന്ത്യ പറയുന്നത് ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഇന്ത്യക്ക് സംഭവിച്ചിട്ടുള്ളൂ എന്നാണെങ്കിലും നാശനഷ്ടങ്ങളിൽ എത്ര വലുതാണെന്ന് കണക്കാക്കണമെങ്കിൽ അത് കുറച്ച് ദിവസങ്ങൾ കഴിയണം എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. അപ്പോൾ യഥാർത്ഥ കണക്കുകൾ പുറത്തു വരൂ എന്നാണ് പാകിസ്ഥാൻ മിലിറ്ററി പറയുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പാകിസ്ഥാനോട് സംഘർഷം ലഘൂകരിക്കാൻ പറഞ്ഞപ്പോൾ പാക് മിലിറ്ററി തലവൻ പറഞ്ഞത് ഇന്ത്യ കൂടുതൽ അക്രമവുമായി മുന്നോട്ട് വരുന്നില്ല എങ്കിൽ പാകിസ്ഥാനും അനുനയത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറാണ് എന്നാണ്.
അതുകൊണ്ട് വലിയൊരു യുദ്ധത്തിലേക്ക് പോകാതെ ഈ സംഘർഷം ഈ നിലയിൽ അവസാനിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാന്റെ പക്ഷം. പാകിസ്ഥാൻ പറയുന്നത് മുഴുവൻ ഒരു പ്രോപ്പഗൻഡയാണെന്നാണ് ഇന്ത്യ വാദിക്കുന്നത്. പാകിസ്ഥാന്റെ ചില ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യൻ മണ്ണിൽ ചില നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നത് സത്യമാണ്. 4 എയർബേസുകളിൽ നിസ്സാര കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്കൂൾ, ഹെൽത്ത് സെന്റർ തുടങ്ങിയ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മറ്റുള്ള അത്യാഹിതങ്ങളൊന്നും തന്നെ കാര്യമായി സംഭവിച്ചിട്ടില്ല. ഇന്ത്യ പറയുന്നത് പാകിസ്ഥാന്റെ ഒട്ടുമിക്ക ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിച്ചതുകൊണ്ട് ഇന്ത്യയുടെ മണ്ണിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പരസ്യമായിട്ടൊരു തോൽവി ഉണ്ടാകും വരെ രണ്ട് രാജ്യങ്ങളും തങ്ങളാണ് വിജയിച്ചതെന്ന്, തങ്ങളാണ് മുന്നിൽ നിൽക്കുന്നതെന്നും വീമ്പിളക്കിക്കൊണ്ടിരിക്കും. പക്ഷേ രണ്ടു കൂട്ടരും വിജയക്കൊടിക്ക് വേണ്ടി കൈനീട്ടുമ്പോൾ പൊലിഞ്ഞു പോകുന്നത് പാവം ജനങ്ങളാണ്. അവരാണ് യുദ്ധത്തിന്റെ എക്കാലത്തെയും ഇരകളും.